JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ടു പ്രൊവൈഡ് എ ക്ലിയറർ പിക്ചർ ഓഫ് ഹൗ പബ്ലിക് ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് എസ്പെഷ്യലി ഇൻ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്. പൊതുമൂലധനം എങ്ങനെ സമാഹരിക്കുന്നു എന്നും നിക്ഷേപിക്കുന്നു എന്നും പ്രത്യേകിച്ച് പൊതു ഉപയോഗ മേഖലകളിൽ വ്യക്തമായ ചിത്രം നൽകുന്നതിന്, അതാണ് ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ടു പ്രൊവൈഡ് എ ക്ലിയറർ പിക്ചർ ഓഫ് ഹൗ പബ്ലിക് ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് എസ്പെഷ്യലി ഇൻ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് പ്രൈമർലി അഡോപ്റ്റഡ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഡബിൾ അക്കൗണ്ട് സിസ്റ്റം സ്വീകരിച്ചത്? ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഡബിൾ അക്കൗണ്ട് സിസ്റ്റം സ്വീകരിച്ചത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ്സ് ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ പ്രത്യേക നിയമങ്ങൾ പ്രകാരം രൂപീകരിച്ച പൊതു യൂട്ടിലിറ്റി സ്ഥാപനങ്ങൾ, അതാണ് ഓർഗനൈസേഷൻസ് പ്രൈമർലി അഡോപ്റ്റഡ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ ടിപ്പിക്കലി പ്രസന്റഡ് ഇൻ ഹൗ മെനി പാർട്സ്? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ കീഴിൽ അന്തിമ അക്കൗണ്ടുകൾ സാധാരണയായി എത്ര ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്? എത്ര ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? 2 ഭാഗങ്ങളായാണ് അല്ലേ. 2 ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 മെയിൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന 2 പ്രധാന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലെ മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ടു ഡീറ്റെയിൽ ഹൗ ഫിക്സഡ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ ഹാസ് ബീൻ raised and how it has been utilized. അതായത് എന്താണ്? സ്ഥിര മൂലധനമോ ദീർഘകാല മൂലധനമോ എങ്ങനെ സമാഹരിച്ചു എന്നും അത് എങ്ങനെ വിനിയോഗിച്ചു എന്നും വിശദമായിട്ട് പറയാൻ. അതാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ടു ഡീറ്റെയിൽ ഹൗ ഫിക്സഡ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ ഹാസ് ബീൻ raised and how it has been utilized. അടുത്ത ക്വസ്റ്റ്യൻ. How are fixed assets typically shown in the capital account under the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള മൂലധന അക്കൗണ്ടില് സ്ഥിര ആസ്തികൾ സാധാരണയായി എങ്ങനെയാണ് കാണിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് സ്ഥിര
ആസ്തി അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന മൂലധന അക്കൗണ്ടിൽ സ്ഥിര ആസ്തികൾ സാധാരണയായി എങ്ങനെയാണ് കാണിക്കുന്നത്? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. ഹൗ ആർ ഫിക്സഡ് അസറ്റ്സ് ടിപ്പിക്കലി ഷോൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന റവന്യൂ അക്കൗണ്ടിന്റെ സ്വഭാവം എന്താണ്? റവന്യൂ അക്കൗണ്ടിന്റെ സ്വഭാവം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ഈസ് സിമിലർ ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Where are items like general reserve and investment fluctuation reserve usually shown in the double account system? അതായത് ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് തുടങ്ങിയ ഇനങ്ങൾ സാധാരണയായി ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എവിടെയാണ് കാണിക്കുന്നത്? ജനറൽ റിസർവും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവും ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എവിടെയാണ് കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ജനറൽ ബാലൻസ് ഷീറ്റ്. ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ജനറൽ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ട്രീറ്റഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ വായ്പകളുടെയും കടപ്പത്രങ്ങളുടെയും പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ? വായ്പകളുടെയും കടപ്പത്രങ്ങളുടെയും പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്യുന്നവർക്കറിയാം, ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ നെറ്റ് റവന്യൂ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. What is a key advantage of the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന നേട്ടം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ക്ലിയർലി ഷോസ് ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ഇറ്റ് ക്ലിയർലി ഷോസ് ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the significance of the net revenue account in the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ പ്രാധാന്യം എന്താണ്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തില് നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ പ്രാധാന്യം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഇറ്റ് summarizes the net profit or loss after considering all revenue items and appropriations. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is typically considered a capital receipt in a public utility undertaking? അതായത് ഒരു പൊതു യൂട്ടിലിറ്റി സ്ഥാപനത്തിൽ സാധാരണയായി മൂലധന രസീതായിട്ട് കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ, വളരെ എളുപ്പമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is typically considered a capital expenditure in public utility undertaking? അതായത് ഒരു പൊതു യൂട്ടിലിറ്റി സ്ഥാപനത്തിൽ സാധാരണയായി മൂലധന ചെലവായി കണക്കാക്കുന്ന ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാ ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. How is depreciation typically treated under the double account system? അതായത്
ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തില് മൂല്യത്തകർച്ച സാധാരണയായി എങ്ങനെയാണ് കണക്കാക്കുന്നത്? മൂല്യത്തകർച്ച സാധാരണയായിട്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. ഇറ്റ് ഈസ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പരിമിതി എന്താണ്? ആർക്കെങ്കിലും അറിയാവോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പരിമിതി എന്താണെന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാ ശരി? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഇറ്റ് മേ നോട്ട് accurately reflect the current financial position due to the historical cost basis of fixed assets. It may not accurately reflect the current financial position due to the historical cost basis of fixed assets. അടുത്ത question. In the capital account, what does the credit side primarily represent? അതായത് മൂലധന അക്കൗണ്ടിൽ ക്രെഡിറ്റ് വശം പ്രധാനമായും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റെസിപ്റ്റ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ലോൺസ്. റെസിപ്റ്റ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ലോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ. In the capital account, what does the debit side primarily represents? അതായത് മൂലധന അക്കൗണ്ടിൽ ഡെബിറ്റ് വശം പ്രധാനമായും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിംഗ് ഫിക്സഡ് അസറ്റ്സ്. മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിംഗ് ഫിക്സഡ് അസറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The general balance sheet under the double account system is similar to the balance sheet prepared under the single account system, but it primarily focuses on അതായത് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള ജനറൽ ബാലൻസ് ഷീറ്റ് സിംഗിൾ എന്താണ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റിന് സമാനമാണ്. പക്ഷേ ഇത് പ്രധാനമായും എന്തിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? എന്തിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് അക്യുമുലേറ്റഡ് ബാലൻസസ്. കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് അക്യുമുലേറ്റഡ് ബാലൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Why was the double account system considered particularly suitable for public utility undertakings? അതായത് പൊതു യൂട്ടിലിറ്റി സ്ഥാപനങ്ങൾക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രത്യേകിച്ച് അനുയോജ്യമാണെന്ന് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ their operations involve significant long term investments and it provided a clear view of capital utilization. Because their operations involve significant long term investments and it provided a clear view of capital utilization. Option B ആണ് correct answer. അടുത്ത question. Which of the following accounts would typically appear in the general balance sheet under the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള ജനറൽ ബാലൻസ് ഷീറ്റിൽ സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന അക്കൗണ്ടുകൾ ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ആൻസർ കണ്ടുപിടിച്ചു. ഏതാണ്? സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് അല്ലെ. സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.